ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഡോബ് ഇൻഡിസൈനിൽ നമ്മൾ പാരഗ്രാഫ് ജസ്റ്റിഫൈ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഇഷ്യൂസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ ഇൻഡിസൈനിൽ മാഗസിനും ന്യൂസ് ലെറ്ററും അതുപോലെ തന്നെ ഒത്തിരി ബുക്ക് വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. ഈ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാരഗ്രാഫിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാറുണ്ട്. നമ്മൾ പാരഗ്രാഫ് ജസ്റ്റിഫൈ കൊടുത്താലും ചില വേർഡുകൾ കട്ടായിട്ട് ഹാഫ് പോർഷൻ അടുത്ത ലൈനിലേക്ക് പോകാറുണ്ട്. ഇങ്ങനെ വേർഡ്സുകൾ കട്ടാവുന്നത് മാഗസിനിലൊക്കെ പല സ്ഥലങ്ങളിൽ വരുമ്പോൾ റീഡ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ കാണാനും അത്ര നല്ലതായിരിക്കില്ല. മിക്ക ഇൻഡിസൈൻ യൂസേഴ്സും ഈ ഒരു പ്രോബ്ലം അനുഭവിച്ചിട്ടുണ്ടാവും. ഇൻഡിസൈനിൽ നമുക്ക് ഹൈ ക്വാളിറ്റിയോടുകൂടി തന്നെ ഒരുപാട് നല്ല വർക്കുകൾ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കൊണ്ട് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിനെ ഉപയോഗിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു മാഗസിൻ്റെ ലേഔട്ടാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാരഗ്രാഫിനെ ജസ്റ്റിഫൈ കൊടുത്ത് നോക്കാം. ഇവിടെ ലെഫ്റ്റ് അലൈൻ മാറ്റി ജസ്റ്റിഫൈ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് സൂം ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം പല വേർഡുകളും കട്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ജസ്റ്റിഫൈ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനൊരു അവസ്ഥയാണ് വരാറുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഈ പാരഗ്രാഫുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് പാരഗ്രാഫ് ഓപ്ഷനിൽ പോവാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റിഫിക്കേഷൻ സെലക്ട് ചെയ്യാം. നിങ്ങൾക്കിവിടെ ഈ ഷോർട്ട് കീസും ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ജസ്റ്റിഫിക്കേഷൻ ഓപ്ഷനിൽ നിങ്ങൾക്ക് കുറച്ച് വാല്യൂസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ നമ്മൾ ഈ വാല്യൂസിൽ ചേഞ്ചസ് വരുത്തിയാണ് നമ്മുടെ ഈ പാരഗ്രാഫ് കറക്റ്റ് ആക്കാൻ പോകുന്നത്. നമുക്കിവിടെ വേർഡ് സ്പേസിങ്ങിൻ്റെ ഓപ്ഷനിൽ ഡീഫാൾട്ടായിട്ട് വന്നിരിക്കുന്ന പോലെ തന്നെ കീപ്പ് ചെയ്യാം. നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ലെറ്റർ സ്പേസിംഗ് ആണ്. ആദ്യമായി തന്നെ നമുക്കിവിടെ മിനിമത്തിൽ ഒരു -15 കൊടുക്കാം. നിങ്ങളൊരു കാര്യം ഓർക്കുക, നമുക്കിവിടെ ഫിക്സ്ഡ് ആയിട്ടൊരു വാല്യൂസ് കൊടുക്കാൻ കഴിയില്ല. ഈ പാരഗ്രാഫിൽ കട്ടായിട്ടുള്ള വേർഡുകൾ കറക്റ്റ് ആവുന്നവരെ നമ്മളിവിടെ വാല്യൂസിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ഇനി നമുക്കിവിടെ ഡിസൈഡിൽ ഒരു 5% കൊടുത്ത് നോക്കാം. അതുപോലെ തന്നെ മാക്സിമത്തിൽ ഒരു 10% കൊടുക്കാം. ഇനി നമുക്ക് പ്രിവ്യൂ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ മുകളിലുള്ള പാരഗ്രാഫൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ താഴേക്കുള്ള പാരഗ്രാഫ് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും താഴെ ഒരു വേർഡ് കട്ടായിട്ടാണ് നിൽക്കുന്നത്. ചില പാരഗ്രാഫിൽ ചില വേർഡുകളൊക്കെ ജസ്റ്റിഫിക്കേഷനിലും കറക്റ്റ് ആക്കാൻ പറ്റാണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ജസ്റ്റിഫിക്കേഷനിൽ പോയിട്ട് കറക്റ്റ് ആക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഒരു -20% കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് പ്രിവ്യൂ നോക്കാം. ഇവിടെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമുക്കിവിടെ മാക്സിമം ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ പാരഗ്രാഫിൽ ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റിഫിക്കേഷനിൽ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പാരഗ്രാഫിനെ കറക്റ്റ് ആക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ വേർഡുകളൊന്നും കട്ടാകാതെ നമ്മുടെ പാരഗ്രാഫ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ റീഡബിലിറ്റി മെച്ചപ്പെടുന്നുണ്ട്. ഇനി ഞാനിവിടെയുള്ള പാരഗ്രാഫുകളെ കൂടി ഒന്ന് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് ജസ്റ്റിഫൈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ മിനിമത്തിൽ ഒരു -20% കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഡിസൈഡിൽ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ഇവിടെ മാക്സിമത്തിൽ ഒരു 10 കൊടുത്ത് നമുക്ക് പ്രിവ്യൂ നോക്കാം. ഇവിടെ വേർഡിങ്സ് എല്ലാം ഓക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഓക്കെ പ്രസ് ചെയ്ത് നോക്കാം. ഇവിടെയുള്ള പാരഗ്രാഫും കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ 2 പാരഗ്രാഫിൻ്റെ ലെറ്റർ സ്പേസിങ്ങിലും കൊടുത്തിട്ടുള്ള വാല്യൂസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ വർക്കിനനുസരിച്ച് ഇവിടെ വാല്യൂസിൽ ഡിഫറൻസ് വരുന്നതാണ്. നിങ്ങൾ പാരഗ്രാഫ് ജസ്റ്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ ജസ്റ്റിഫിക്കേഷനിൽ പോയി ലെറ്റർ സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ വർക്കിലും പാരഗ്രാഫ് ഇഷ്യൂസ് സോൾവ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക.